നമസ്കാരം. നല്ലൊരു സദ്യ ഉണ്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മൂക്കുമുട്ട ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ, അതൊരു ബിരിയാണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ലസ്സിയൊക്കെ കുടിച്ച് അങ്ങ് ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലേ? എന്താ ഉറക്കം വരുന്നത്? പലരും കരുതുന്നത് ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടുന്നത് കാരണമാണ് ഉറക്കം വരുന്നത്, അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയുന്നത് കാരണം ഉറക്കം വരുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിനെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. നോർമലി നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് ട്യൂബ്സിലൂടെയാണ്. ചെറിയ 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 ട്യൂബ്സ്, ഇവയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്, ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇറ്റ്സ് കോൾഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ട്യൂബ്സിലൂടെ മാത്രമേ ഈ രക്തത്തിന് ഒഴുകാൻ പറ്റുള്ളൂ, ചംക്രമണം നടത്താൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓരോ അവയവത്തിനും ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ രീതിയിൽ അതിന് രക്തചംക്രമണം ലഭ്യമാക്കണം. അപ്പോൾ അതാത് സന്ദർഭത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതാത് സ്ഥിതിവിശേഷത്തിനനുസരിച്ച് രക്തചംക്രമണം അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും സാധ്യമാവുന്ന ഒരു രീതി ആവശ്യമാണ്. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആവശ്യമായി വരുന്ന അവയവങ്ങൾക്ക് രക്തയോട്ടമായിരിക്കില്ല ഞാൻ ഓടാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോഗ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജിമ്മിൽ കസർത്ത് കാണിക്കാൻ പോകുമ്പോഴോ വേണ്ടി വരിക. ശരിയല്ലേ? അത് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. ആഹാരം ഞാൻ കഴിച്ചു തുടങ്ങുമ്പോൾ, ഇനി ശ്രദ്ധിക്കും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ആഹാരം ഞാൻ കഴിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ തലച്ചോറിനറിയാം ഇനി മുതൽ ദഹന പ്രക്രിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ നേരത്ത് എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ എൻ്റെ കിഡ്നികളുടെ പ്രവർത്തനമോ ഒന്നും അത്ര വലിയ പ്രശ്നക്കാരല്ല. അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. പക്ഷെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്, ദഹന പ്രക്രിയയ്ക്ക്. കാരണം കഴിക്കുന്ന ഭക്ഷണം ആദ്യം ആമാശയത്തിൽ എത്തുകയും ആമാശയത്തിൽ ഒരു മിക്സി പോലെ അത് പ്രവർത്തിക്കുകയും, അതായത് മസിൽസൊക്കെ ചലിക്കുകയും പിന്നെ അതിന് ശേഷം ചെറിയ ചെറിയ അളവിൽ ചെറുകുടലിലേക്ക് അയക്കുകയും ചെറുകുടലിൽ വേറെ ഒരുപാട് പ്രക്രിയകളിലൂടെ അത് കടന്നു പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇവയുടെ ഡിമാൻഡ്, ബ്ലഡ് സപ്ലൈയുടെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നറിയാമോ? തലച്ചോറും ബാക്കിയുള്ള അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇത്തിരി കുറയ്ക്കും. എന്നിട്ട് ഇതിലോട്ട് അങ്ങോട്ട് തിരിച്ചുവിടും. ഏതിലോട്ട്? ദഹന പ്രക്രിയയിലോട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? തലയ്ക്ക് ഒരു മന്ദിപ്പ് അനുഭവപ്പെടും, ചെറിയൊരു ഉറക്കം വരുന്നതായിട്ട് അനുഭവപ്പെടും. ഇത്രേ ഉള്ളൂ സംഭവം. ദിസ് ഇസ് നോർമൽ. അതായത് ഫിസിയോളജിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ തലച്ചോറിലേക്ക് മാത്രമല്ല ഹൃദയത്തിലേക്കുള്ളതും അവിടെ ഇത്തിരി ബ്ലഡ് സപ്ലൈ ഇത്തിരി കുറയും. അപ്പോൾ ഹൃദയത്തിന് തനതായൊരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അതിനാണ് കൊറോണറി വാസ്കുലേച്ചർ എന്ന് പറയുന്നത്. കൊറോണറി ബ്ലഡ് സപ്ലൈ എന്നാണ് അതിന് പറയുന്നത് തന്നെ. ഹാർട്ട് എല്ലാത്തിനും ബ്ലഡ് സപ്ലൈ ചെയ്യാനുള്ളൊരു പമ്പാണെങ്കിൽ പോലും ഹാർട്ടിന് സ്വയം സപ്ലൈ ചെയ്യാനുള്ളൊരു സൂത്രപ്പണിയുണ്ട്. അതിനാണ് ഈ കൊറോണറി ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഇവിടെ മൂക്കുമുട്ടയെ നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കൊറോണറി ബ്ലഡ് വെസൽസിലൂടെ ഉള്ള ഈ രക്തയോട്ടം താരതമ്യേന കുറയുകയും ചെയ്യും. മാത്രമല്ല ആമാശയം വീർത്ത് വന്നിട്ടുണ്ടല്ലോ അല്ലേ? മൂക്കുമുട്ടയാണ് കഴിച്ചിരിക്കുന്നത്. ആമാശയത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന അവയവമാണ്. നടുക്കൊരു ഡയഫ്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയഫ്രമിൻ്റെ മുകളിൽ ഹൃദയവും അതിൻ്റെ അടിയിൽ ആമാശയം. അപ്പോൾ ആമാശയം ഇങ്ങനെ വീർത്ത് വരുമ്പോൾ അത് മുകളിലേക്കും പ്രഷർ ചെലുത്തും. അപ്പോൾ ഹാർട്ടിലേക്കാണ് പ്രഷർ ചെലുത്തുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ ചലനത്തിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് പോസ്റ്റ് പ്രാൻഡിയൽ അഞ്ചൈന എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് മൂക്കുമുട്ട വയറ് നിറച്ച് കഴിച്ചവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാനും അതിനുശേഷം ഹാർട്ട് അറ്റാക്ക് വരാനും സാധ്യത ശാസ്ത്രത്തിൽ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അതിന് പോസ്റ്റ് പ്രാൻഡിയൽ ആൻജൈന എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ ആകെ കൂടിയുള്ളൊരു മാർഗം ആഹാര ക്രമീകരണം. ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും അമിതമായി കഴിക്കരുത് എന്നുള്ളതാണ്. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ആമാശയത്തിലേക്ക് എത്തി മിക്സർ പിന്നെ ചെറുകുടൽ ബ്ലാ 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 അതിലേക്ക് അങ്ങനെ പോകും. വൺ വേ ട്രാഫിക് ആണ്, ഓർമ്മ വേണം. വായിൽ നിന്ന് തുടങ്ങി മലദ്വാരം വരെ ഒരേ ആ ദിക്കിലൂടെ മാത്രമേ അതിന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചെപ്പോഴെങ്കിലും സഞ്ചരിക്കേണ്ടി വന്നാൽ അതിലൊരു പന്തികേട് കണ്ടോളൂ. എന്താ തിരിച്ച് അത് പ്രവർത്തിച്ചാൽ വരാൻ പോകുന്ന, അതായത് വൺ വേ ട്രാഫിക് തെറ്റിച്ച് വന്നാൽ എന്ത് സംഭവിക്കും? അതിന് ഛർദി എന്ന് പറയും. അപ്പോൾ ഛർദിച്ചാൽ നമുക്കറിയാം എന്തോ പന്തികേടുണ്ട്, എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത്. ഇതേ പ്രശ്നം തന്നെ, ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മുടെ മൂത്രത്തിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. അപ്പോൾ കിഡ്നികൾ എന്താ ചെയ്യുന്നത്?
മൂത്രം ഉണ്ടാക്കുന്നു. കൊള്ളാം. മൂത്രം കിഡ്നികളിൽ നിന്ന് ഒഴുകി ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക് വരുന്നു, പിന്നീട് മൂത്രനാളത്തിലൂടെ പുറത്തേക്ക് പോകുന്നു, അല്ലേ? വൺ വേ ട്രാഫിക് മാത്രമേ അവിടെ പാടുള്ളൂ. കിഡ്നികൾ മൂത്രം ഉണ്ടാക്കി മൂത്രസഞ്ചിയിലേക്ക് അയക്കുന്ന പരിപാടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തിരിച്ച് മൂത്രത്തെ സ്വീകരിക്കുന്ന കിഡ്നിയുടെ പണിയല്ല. മൂത്രം തിരിച്ച് സഞ്ചരിച്ചാൽ, അതായത് എന്തെങ്കിലും കാരണവശാൽ, ഇപ്പം നിങ്ങൾ കുറേ നേരം മൂത്രസഞ്ചിയൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട് പലർക്കും, ശരിയല്ലേ? അത് യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വേറെ ജോലി സമയത്തായിരിക്കാം, നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്, മുട്ടി 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 നിങ്ങളുടെ ബ്ലാഡർ ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ ബ്ലാഡർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മസിൽ സാക്കാണ്, മാംസപേശികളാൽ നിർമ്മിതമായ ഒരു സഞ്ചിയാണ്. ആ സഞ്ചി എല്ലാ വശത്തേക്കും ഇങ്ങനെ വീർത്തു വരും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതിന് വീർക്കാൻ പറ്റില്ല. അപ്പോൾ മൂത്രം ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി കിടപ്പുണ്ട്, മൂത്രത്തിൻ്റെ അളവ് കൂടി കൂടി വരുന്നു, അതിൻ്റെ അകത്തെ പ്രഷർ, ബ്ലാഡറിൻ്റെ അകത്തെ പ്രഷർ കൂടുന്നു. ആൻഡ് നിങ്ങളാണെങ്കിൽ പുറത്തേക്ക് ഒഴിക്കുന്നുമില്ല ഈ സാധനം. അപ്പോൾ എന്തു പറ്റും? മൂത്രം യൂററ്റേഴ്സ് വഴി, യൂററ്റേഴ്സ് എന്ന് പറയുമ്പോൾ കിഡ്നികളിൽ നിന്ന് വരുന്ന 2 ട്യൂബ്സ് ആണ്, യൂററ്റേഴ്സ് വഴി മുകളിലേക്ക് പതുക്കെ ഒഴുകി തുടങ്ങും. റിഫ്ലക്സ് എന്ന് പറയും. വെസിക്കോ യൂററ്ററിക് റിഫ്ലക്സ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഇങ്ങനെ റിഫ്ലക്സ് വരുമ്പോൾ എന്താ പറ്റണമെന്നറിയോ? യൂറിൻ പതുക്കെ മുകളിലേക്ക് കയറി 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 കിഡ്നിയിലെത്തും. കിഡ്നിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പണിയാം. കാരണം യൂറിൻ്റെ സ്ഥാനം കിഡ്നികളല്ല. കിഡ്നികൾ യൂറിൻ ഉൽപ്പാദനം മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ദഹിച്ച ഭക്ഷണത്തിൻ്റെ സ്ഥാനം അന്നനാളമല്ല. അന്നനാളത്തിൻ്റെ പണി ആകെ ആഹാരം ആമാശയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ആമാശയത്തിൻ്റെ പണി മിക്സിംഗ് ആണ്. അതേപോലെ കിഡ്നിയുടെ പണി യൂറിൻ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. യൂറിൻ യൂററ്റേഴ്സിലൂടെ യൂറിനറി ബ്ലാഡറിലേക്കും പിന്നെ യൂറത്രയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ യൂറിൻ കിഡ്നിയിലേക്ക് കയറിയാൽ വൻ പ്രശ്നങ്ങൾക്ക് കാരണമാവും. പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. പൈലോനെഫ്രൈറ്റിസ്, ഈവൻ റീനൽ ഫെയിലിയറിലേക്ക് വരെ ഇത് നയിക്കാം. ഒബ്സ്ട്രക്ഷൻ കാരണവും ഇങ്ങനെ യൂറിൻ പുറകോട്ട് ഒഴുകാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂററ്ററിൽ ഒരു കല്ലുണ്ടെന്ന് കരുതുക, അതിലൂടെ മൂത്രം പുറത്തേക്ക് ഒഴുകില്ല. അപ്പോൾ കിഡ്നികൾ മൂത്രം ഉൽപ്പാദിപ്പിക്കും, പക്ഷേ ആ മൂത്രത്തിന് പുറത്തേക്ക് ഒഴുകാൻ പറ്റുന്നില്ല, മൂത്രസഞ്ചിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല, അത് അവിടെ തന്നെ തളം കെട്ടിക്കിടക്കും, കിഡ്നികളുടെ അകത്തെ പ്രഷർ കൂട്ടും, റീനൽ ഫെയിലിയറിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. നമ്മുടെ ശരീരത്തിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രക്രിയകളാണ്, വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. കമൻസിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക. നമ്മളതിനനുസരിച്ച് വീഡിയോകൾ ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.